സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് നോക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണപ്പാളി മോഷണം ഇന്നും നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ചോദ്യോത്തരവേള മുതൽ ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം. അല്പസമയത്തിനകം സഭാ നടപടികൾ തുടങ്ങും. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ശബരിമലയിൽ പരിശോധന നടത്തി ദേവസ്വം വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. സ്ട്രോങ് റൂം അടക്കം തുറന്ന് പരിശോധിച്ചുവെന്ന വിവരം. ഗസ സമാധാന പദ്ധതികളിൽ ഈജിപ്തിൽ നടന്ന ആദ്യഘട്ട ചർച്ച അവസാനിച്ചു. നല്ല അന്തരീക്ഷമെന്ന് ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ. ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് ഇന്ന് 2 വയസ്സ്. തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടത് 65,000-ലധികം സാധാരണക്കാർ. ബെഞ്ചമിൻ നെതന്യാഹുവിനെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഗസയിലെ സമാധാന ശ്രമത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി വളരെ പോസിറ്റീവായാണ് കാണുന്നതെന്നും ട്രംപ്. തന്നെ കാർ കടത്തുകാരനായി ചിത്രീകരിക്കുകയാണ് കസ്റ്റംസ് എന്ന ദുൽഖർ സൽമാൻ കോടതിയിൽ. രേഖകൾ പരിശോധിക്കാൻ കസ്റ്റംസ് തയ്യാറായില്ലെന്നും ദുൽഖർ. പിടിച്ചെടുത്ത കാർ വിട്ടുതരണമെന്നാവശ്യപ്പെട്ടുള്ള ദുൽഖറിന്റെ ഹർജിയിൽ കസ്റ്റംസ് കോടതിയിൽ വിശദീകരണം നൽകും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. അപലപിച്ച അഭിഭാഷക സംഘടനകൾ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ പ്രതിഷേധം ഇന്ന്. ആക്രമിച്ച അഭിഭാഷകനെതിരെ കേസ് വേണ്ടെന്ന നിലപാടിൽ ചീഫ് ജസ്റ്റിസ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സീറ്റ് ചർച്ചകൾ സജീവമാക്കിയ മുന്നണികൾ. ചെറുകക്ഷികളുടെ വിലപേശൽ ഇരു മുന്നണികൾക്കും പ്രതിസന്ധി. ഇപ്പോൾ നിയമസഭ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നും ഇന്നലത്തെ പോലെ തന്നെ വലിയ തരത്തിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധമുയർത്താനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കാണുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അവിടെ ഇരിക്കട്ടെ, ഞാൻ പറയട്ടെ, അവിടെ ഇരിക്കാൻ പറ. സാർ അതുകൊണ്ട് ഗൗരവകരമായി ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. സാർ അതിനെ സർക്കാരിന്റെ തീരുമാനം പ്രഖ്യാപിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ മേധാവി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. വാവ് മിസ്റ്റർ ആർക്കിടെക്ട്. പക്ഷേ പ്ലംബിംഗും ഡ്രൈനേജ് ലീക്കും കാരണം ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വീണ്ടും പ്രതിഷേധം നടക്കുകയാണ്. സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ നേതാവാണ്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. സ്വർണ്ണപ്പാളി വിവാദം വീണ്ടും സഭയിൽ ഉയർത്തുകയാണ്. ഇപ്പോൾ മന്ത്രി സംസാരിക്കുന്നു. ഉന്നത നീതിപീഠത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമായി തുടർച്ചയായി തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ കളിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞത്. അതുകൊണ്ട് കോടതിയെ ഭയമാണ്, നിയമസഭയെ ഭയമാണ്, ചർച്ചയെ ഭയമാണ്, ജനങ്ങളെ ഭയമാണ്. ഭീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം തങ്ങളുടെ ഭീരുത്വം ആവർത്തിച്ച് ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ആ അംഗത്തെ ഇവിടെ കാണുന്നില്ലല്ലോ. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതഭൂപനും അയ്യോ എന്ന മറ്റൊരു അംഗമുണ്ടല്ലോ. ഇവിടെയാണ് ചോദ്യോത്തര വേളയിലേക്ക് ഓർഡർ. ചോദ്യം നമ്പർ 211 ശ്രീ എ പി അനിൽകുമാർ, നോട്ട് ഇൻ റെസീറ്റ്. ചോദ്യം നമ്പർ 212 ശ്രീ കെ എം സച്ചിൻ ദേവ്, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ മന്ത്രി. മിനിസ്റ്റർ. മിനിസ്റ്റർ. നോ നിങ്ങൾ ബഹുമാനപ്പെട്ട പട്ടികജാതി.
1059 പട്ടികജാതി വിദ്യാർത്ഥികളെയും 80 പട്ടികവർഗ വിദ്യാർത്ഥികളെയും വിദേശ പഠനത്തിന് അയച്ചിട്ടുണ്ട്. ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതിക്കായി പരിശീലനത്തിന് ശേഷം 404 പട്ടികജാതി വിദ്യാർത്ഥികളെയും 36 പട്ടികവർഗ വിദ്യാർത്ഥികളെയും 1139 പട്ടികവർഗ കുട്ടികളെ വിദേശ പഠനത്തിനായിട്ട് അയച്ചിട്ടുണ്ട് സാർ. സാർ ഞാൻ ഈ ചോദ്യം ശ്രീ കെ എം സച്ചിൻ ദേവ്. സാർ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിക്കുന്ന പദ്ധതികളാണ് ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സാർ വിദേശ പഠനം സാധ്യതകളെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയാവുന്ന വിധത്തിൽ ഏറ്റവും ആധുനികമായി ഗവൺമെന്റ് രൂപീകരിച്ച വിദ്യാഭ്യാസ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് സാർ ചോദ്യം. സാർ ഈ ഗവൺമെന്റ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പദ്ധതിക്കാണ് സാർ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പരമാവധി ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഗവൺമെന്റ് ലക്ഷ്യത്തിനെ അടിസ്ഥാനമാക്കി നമ്മുടെ കുട്ടികളെ വിദേശ പഠനത്തിന് അയക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത് പ്രധാനമായിട്ടുമുള്ളത് സാർ നമ്മുടെ കുട്ടികൾക്ക് സിവിൽ സർവീസ് മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയും ഏറ്റവും നല്ല രീതിയിൽ ഈ വകുപ്പ് നടത്തി വരുന്നുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിവിധ ട്രെയിനിങ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് സാർ. വിവിധ ഈ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികളും വകുപ്പ് നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. ഇത്തരം പദ്ധതികളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റും വകുപ്പും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാർ ഏറ്റവും സാധാരണ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചോദ്യോത്തര വേളയിൽ സാർ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്ന രീതി ശരിയല്ല സാർ. ഇവിടെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സാധ്യതകൾ തുറന്നിടുന്ന ഗവൺമെന്റാണ് സാർ നമ്മുടേത്. ഗവൺമെന്റിന്റെ ഈ നടപടി പ്രകാരം എത്ര പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ വിദേശ പഠനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സാർ? ഇതാണ് ചോദ്യം സാർ. യെസ് മിനിസ്റ്റർ. സാർ ഇവിടെ ഈ കാണുന്ന സാർ ഇത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണ്. അവരുടെ കാര്യങ്ങൾ പറയുന്നതിനും കേൾക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് സാർ ഇത്തരം ചോദ്യോത്തരങ്ങൾ നമ്മുടെ സഭാവേളകൾ നടത്തുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെ ഈ പ്രതിപക്ഷം ഈ രീതിയിൽ തടസ്സപ്പെടുന്ന ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല സാർ. ഞാനിവിടെ നേരത്തെ പറഞ്ഞു, ഇപ്പൊ വിദേശ പഠനത്തിന് 1039 കുട്ടികളാണ് സാർ നമ്മുടെ വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നിലവിൽ അയച്ചിട്ടുള്ളത്. ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ. സാർ ധാരാളം കുട്ടികൾക്ക് വിദേശത്ത് അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള അങ്ങയുടെ പരിശ്രമത്തെ അഭിനന്ദിക്കുന്നു സാർ. അതുപോലെ തന്നെ ഈ വിദേശത്തേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ മറ്റ് വിദേശ ഭാഷകളുമാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അത്തരം ഭാഷാ പരിശീലനത്തിനുള്ള സൗകര്യം കൂടി അങ്ങയുടെ നേതൃത്വത്തിൽ നൽകാമോ? ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു സാർ, ഇത്രയും പ്രധാനപ്പെട്ട വിഷയം സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രതിപക്ഷം കാണിക്കുന്ന ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് പ്രതിപക്ഷം ഓർത്താൽ നന്ന് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. മിനിസ്റ്റർ. സാർ നമ്മുടെ ടീച്ചർ ഇവിടെ ചോദിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിദേശ പഠനത്തിന് നമ്മുടെ കുട്ടികളെ അയക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ് സാർ. അപ്പം അത്തരം കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ISPC പോലെയുള്ള പരിശീലന പരിപാടികൾ വകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം ഉറപ്പുവരുത്തിക്കൊണ്ട് വിദേശ പഠനത്തിന് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വകുപ്പ് സ്വീകരിക്കും സാർ. ശ്രീ കെ ബാബു നെന്മാറ. സാർ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷ നാടകം സാമൂഹ്യ നീതിക്കും ആ വിദ്യാർത്ഥികളോടുള്ള അവഗണനയാണ് സാർ ഇവിടെ കാണിക്കുന്നത്. സാർ, വിമാനം കാണാൻ പോയ കുട്ടി ഇന്ന് പൈലറ്റാണ്. സാർ, വിദേശത്തൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ച കുട്ടി വിദേശത്ത് പോകുക മാത്രമല്ല അവിടെ പോയി പഠിക്കുകയും അവിടെ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. സാർ, പട്ടികജാതി വകുപ്പിനെയും മന്ത്രിയെയും ഞാൻ അഭിനന്ദിക്കുന്നു, ഈ ഗവൺമെന്റിനെയും അഭിനന്ദിക്കുന്നു. സാർ, എന്റെ ചോദ്യം ഇതാണ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഉന്നതി ഓവർസീസ്
സ്കോളർഷിപ്പിനുള്ള അർഹത നേടാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, നമ്മൾ ഗവൺമെന്റിന്റെ ഏജൻസി ആയിട്ടുള്ള ഒഡാപെക്കിനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒഡാപെക്ക് അപേക്ഷ ക്ഷണിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ നമ്മൾ ഇന്റർവ്യൂ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വരുമാനവും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് സാർ നമ്മൾ ഗുണഭോക്താക്കളെ അല്ലെങ്കിൽ കുട്ടികളെ ഈ പഠനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. സാർ, യോഗ്യതാ പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്ക് താരതമ്യേന കുറവാണ് എന്ന കാരണത്താൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് ആനുപാതികമായി ലഭിക്കുന്നില്ല എന്ന കാര്യം ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ട്? യെസ് മിനിസ്റ്റർ. സാർ, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്കോളർഷിപ്പ് പാറ്റേണിൽ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഓരോ വിഭാഗത്തിലെയും കോട്ടകളിൽ 20% കുറയാത്ത വിധം സീറ്റുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചവർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിനായി ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട് സാർ. ചോദ്യം നമ്പർ 213 ശ്രീ കെ പ്രേംകുമാർ, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടന വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. സർ, കായിക വകുപ്പിന് കീഴിൽ ധാരാളം കായിക വികസനം ലക്ഷ്യമിട്ട് വിദേശ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിന് മിനിസ്റ്റർ പറഞ്ഞോ? ഞാൻ മേശപ്പുറത്ത് വെക്കാണ് സർ. യെസ്, താങ്ക് യു. ശ്രീ കെ പ്രേംകുമാർ. സർ, കായിക വകുപ്പിന് കീഴിൽ രൂപീകരിച്ച പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ പ്രവർത്തന പുരോഗതി വിശദമാക്കാമോ എന്നതാണ് സാർ ചോദ്യം. നമ്മുടെ നാടിന്റെ കായിക മേഖലയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ ആ രംഗത്ത് കേരളം കൈവരിച്ച മുന്നേറ്റവും അതിന്റെ സാധ്യതകളെയും സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഈ ചോദ്യോത്തരവേള പോലും തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് സാർ ഇവിടുത്തെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. അടിസ്ഥാന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന പുതിയൊരു സ്ഥാപനം രൂപം നൽകുകയും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടന്നു വരുന്ന കായിക അടിസ്ഥാന വികസന മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകാൻ ഇതുകൊണ്ട് കഴിയുന്നുണ്ട് സർ. 2000 കോടി രൂപയോളം ഉള്ള പ്രവൃത്തികൾ ഇപ്പോൾ എസ്കെഎഫിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ബഡ്ജറ്റിൽ വരുന്ന കായിക അടിസ്ഥാന വികസന പദ്ധതികൾ, കിഫ്ബി പദ്ധതികൾ, ഒരു പഞ്ചായത്തിൽ ഒരു പദ്ധതി എന്ന കളിക്കളം, MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ, കായിക ഡയറക്ടറേറ്റ്, സ്പോർട്സ് കൗൺസിൽ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കായിക വകുപ്പിന്റെ പദ്ധതികൾക്കുള്ള കായിക ഉപകരണങ്ങൾ പർച്ചേസ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് എസ്കെഎഫ് ഏറ്റെടുത്ത് നടത്തുന്നത്. രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിച്ച കായിക ഉച്ചകോടി, സന്തോഷ് ട്രോഫി, ദേശീയ വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവൽ തുടങ്ങി സംഘടന നിരവധിയായ കാര്യങ്ങൾ എസ്കെഎഫ് നടത്തിയിട്ടുണ്ട്. സർ, കേരളത്തിൽ സർക്കാർ എത്ര സിന്തറ്റിക് ട്രാക്കുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിർമ്മിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാമോ? സർ, ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരു സിന്തറ്റിക് ട്രാക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ സംസ്ഥാനത്ത് 16ഓളം സിന്തറ്റിക് ട്രാക്കുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, കായിക രംഗത്ത് ഈ സർക്കാർ ആരംഭിച്ച വിപുലമായ പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം. ഈ പദ്ധതിയുടെ പുരോഗതി വിശദമാക്കാമോ സർ? യെസ് മിനിസ്റ്റർ. സർ, നമ്മുടെ സംസ്ഥാനത്ത് 425 പഞ്ചായത്തുകൾക്കാണ് സ്വന്തമായി കളിക്കളം ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഇപ്പോ 167 പഞ്ചായത്തുകൾക്ക് കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതികൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഏകദേശം 67 കളിക്കളങ്ങളുടെ നിർമ്മാണം ഇപ്പൊ പൂർത്തീകരിച്ചിട്ടുണ്ട് സർ. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾക്ക് സ്വന്തമായി സ്ഥലമില്ലാത്ത ധാരാളം കളിക്കളങ്ങളുടെ നിർമ്മാണം അതുകൊണ്ട് തന്നെ വൈകുന്നുണ്ട് സർ. ഇത് സ്വന്തമായി പഞ്ചായത്തുകൾക്ക് കളിക്കളം വാങ്ങാനുള്ള പണം കൂടി നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിച്ചു വരികയാണ് സർ. ശ്രീ ലിൻഡോ ജോസഫ്. സർ, കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി ഇളിഭ്യരായി നിൽക്കുന്ന പ്രതിപക്ഷം
ഈ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ഏറ്റവും അപമാനകരമായ കാര്യമാണ് സാർ. സാർ അങ്ങയുടെ മുഖം കാണാൻ വേണ്ടി കഴിയുന്നില്ല. സാർ, എന്റെ ചോദ്യം, കായിക വകുപ്പിന്റെ ഫിറ്റ്നസ് സെന്ററുകൾ ഏറെ ജനകീയമായ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി എല്ലാ ജില്ലയിലും എല്ലാ മണ്ഡലത്തിലും നടപ്പിലാക്കുന്നതിന് കായിക വകുപ്പ് പ്രത്യേകമായ നടപടി സ്വീകരിക്കുമോ എന്ന്? യെസ് മിനിസ്റ്റർ. തീർച്ചയായും സർ, ഈ കാര്യങ്ങളിൽ ശക്തമായ നടപടികൾ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ. എം വിജയൻ. സർ, ഭിന്നശേഷിക്കാരുടെ സ്പോർട്സ് ഇന്ന് വലിയ നിലയിലുള്ള പ്രചാരം ലഭിക്കുകയാണ്. സർ, പാരാ കായിക മേഖലയുടെ പ്രോത്സാഹനത്തിന് സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾ എന്തെല്ലാമാണ് സർ? അതോടൊപ്പം നമ്മുടെ ഈ ഗ്രൗണ്ടുകൾ പഞ്ചായത്ത് തോറും നമ്മളിപ്പോൾ നൽകുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ വായനശാലകളുടെ ക്ലബ്ബുകളുടെ കയ്യിലുള്ള സ്ഥലങ്ങൾ അത് MLA ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗണ്ടുകളാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ കൂടുതൽ കായിക മേഖലയിൽ നമുക്ക് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതിന്റെ സാധ്യതയെ കുറിച്ച് സർക്കാർ പരിശോധിക്കുമോ? സർ, പ്രതിപക്ഷത്തിന്റെ ഈ ജനാധിപത്യ വിരുദ്ധ സമീപനത്തെ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നതിന് വളരെ ഗൗരവമായി കാണുന്നത്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദയനീയമായ അവസ്ഥയാകുന്ന സാഹചര്യമാണ് പ്രതിപക്ഷത്തിലുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നത് ചെയ്യും. സർ, ഭിന്നശേഷി സ്പോർട്സ് ഇന്ന് വലിയ പ്രചാരമാണ് ലഭിച്ചു വരുന്നത്. സർ, ഇന്ത്യയുടെ റെക്കോർഡ് പ്രകടനമായിരുന്നു പാരാ ഒളിമ്പിക്സിൽ നമ്മൾ കണ്ടത്. സർ, കേരളത്തിൽ ആദ്യമായി ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം നമ്മൾ പണിയുകയാണ് സർ, ഒറ്റപ്പാലത്ത്. അതോടൊപ്പം തന്നെ ഭിന്നശേഷി വിഭാഗങ്ങൾക്കായിട്ടുള്ള പാരാ സ്പോർട്സിന് ഇപ്പോ കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നോക്കുക. ചോദ്യം നമ്പർ 214 ശ്രീ മാത്യു തോമസ്, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടന വകുപ്പ് മന്ത്രി. സർ, ടേബിൾ ചെയ്തോ പ്ലീസ്. ഒന്ന് അത് ബാനർ താഴ്ത്താൻ പറ പ്ലീസ്. സർ, വിവിധ മേഖലയിൽ ന്യൂനപക്ഷങ്ങൾക്കായി നിരവധിയായുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. സർ, ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കിയിരുന്ന നിരവധി സ്കോളർഷിപ്പുകൾ പുനരാരംഭിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സർ, ബാക്കിയുള്ള കാര്യങ്ങൾ മേശപ്പുറത്തു. ശ്രീ മാത്യു തോമസ്. സാർ, ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ സ്കോളർഷിപ്പുകൾക്ക് അനുവദിക്കുന്ന തുക ചിലവാക്കാറില്ല എന്നൊരു വിമർശനം, എന്നൊരു വാർത്ത ഇടയ്ക്കിടെ പത്രങ്ങളിൽ വരാറുണ്ട്. സാർ, പ്രധാനമായും ചില ആളുകൾ മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്ന വാർത്തയായിട്ട് അത് തോന്നാറുണ്ട്. ഈ വാർത്തകളിൽ വല്ല വസ്തുതയുമുണ്ടോ? അത് വിശദമാക്കാം. മിനിസ്റ്റർ. സർ, വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് സർ ഈ പ്രചരണത്തിലുള്ളത്. ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിൽ നമ്മൾ അനുവദിക്കുന്ന മുഴുവൻ സ്കോളർഷിപ്പുകളും കൃത്യമായി അവരുടെ കൈകളിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. സർ, അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ എല്ലാ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ്. സർ, ആ അനുപാതമാണ് നമ്മൾ പാലിച്ചു വരുന്നത്. ഒരു വിഭാഗത്തിന്റെ മതിയായ അപേക്ഷകർ ആ വിഭാഗത്തിൽ ഇല്ലെങ്കിൽ അത് മറ്റു വിഭാഗത്തിന് അനുവദിക്കാൻ നമുക്ക് കഴിയില്ല. സർ, അതോടൊപ്പം തന്നെ ഇന്ന് ന്യൂനപക്ഷ സ്കോളർഷിപ്പിനായി അപേക്ഷകൾ ധാരാളം അധികമായി വരുന്നുണ്ട്. നമുക്ക് അനുവദിക്കുന്ന തുക അത് കൃത്യമായും പൂർണ്ണമായും ചെലവഴിക്കാൻ ഇന്ന് കഴിയുന്നുണ്ട്. അത് സമയബന്ധിതമായി തന്നെ ചെലവഴിക്കുന്നുണ്ട്. സാർ, ഈ കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് പകരമായി ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യം ലഭിക്കാൻ എന്തെങ്കിലും പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്? മിനിസ്റ്റർ. സർ, ധാരാളം ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇപ്പോ നടന്നു വരുന്നുണ്ട്. സർ, ഇപ്പോ യൂണിയൻ ഗവൺമെന്റ് നിർത്തലാക്കിയിട്ടുള്ള നിരവധി സ്കോളർഷിപ്പുകൾ അത് നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയതായി നമ്മള് ചീഫ് മിനിസ്റ്റർ റിസർച്ച് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്ന പുതിയൊരു സ്കോളർഷിപ്പ് കൂടി ആരംഭിക്കുന്നുണ്ട്. 6 കോടി രൂപ ഇതിനായി നമ്മൾ നീക്കിവെച്ചിട്ടുണ്ട്. ശ്രീ മാത്യു തോമസ് കെ തോമസ്. സാർ, ന്യൂനക്ഷേമ വകുപ്പിന്റെ കീഴിൽ കഴിഞ്ഞ വർഷവും നടപ്പ് വർഷവും അനുവദിച്ച പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? അങ്ങയുടെ കഴിഞ്ഞ മറുപടിയിൽ എല്ലാ പഞ്ചായത്തുകൾക്കും കളിക്കളം അനുവദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ മണ്ഡലമായ കുട്ടനാട് ചോദ്യത്തിലേക്ക് വാ. ചോദ്യം വേറെ ഔട്ട് ഓഫ് സിലബസ് ആണ്. ചോദ്യം ചോദിച്ചു ആദ്യം. മിനിസ്റ്റർ. സർ, കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ള
ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, പാഴ്സി എന്നീ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ അവരുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായുള്ള ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ, വ്യത്യസ്തങ്ങളായുള്ള പദ്ധതികൾ എല്ലാം തന്നെ ഇപ്പോ നടപ്പിലുണ്ട് സർ. അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞാണ്. സർ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സർ. അതിന്റെ ഭാഗമായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിലെ തൊഴിലവസരങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ധാരാളം ഏജൻസി നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് സർ. ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ഇത്തരം ഏജൻസികളുടെ സഹായത്തോടുകൂടി നൈപുണ്യ വികസന പദ്ധതികൾ ആരംഭിക്കുന്നത് ഗുണകരമാവും സാർ. ചോദ്യം വരുന്നതേ ഉള്ളൂ സാർ. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർക്കാർ നൈപുണ്യ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ സാർ? ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? സാർ, സംസ്ഥാനത്തെ ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ നിലവിൽ 20 സ്വർണ്ണപ്പാളി വിവാദത്തിൽ സഭയിൽ ഇപ്പോഴും പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയാണ്. അതേസമയത്ത് പോലും ചോദ്യോത്തര വേള മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് സ്പീക്കറിന്റെ ഭാഗത്ത് നടക്കുന്നത്. സ്പീക്കറിന്റെ ഡയസിന് മുൻപിൽ ബാനർ കെട്ടിയുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ദേവസ്വം മന്ത്രി രാജിവെക്കുക എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നത്. പ്രതിപക്ഷത്തിന്റെ ഈ നീക്കത്തിനെതിരെയും വലിയ തരത്തിൽ വിമർശനം ഭരണപക്ഷ MLA-മാരും മന്ത്രിമാരും ഉന്നയിക്കുന്നുണ്ട്. ഏതന്വേഷണത്തെയും ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി P. രാജീവ് സംസാരിച്ചിരുന്നു. പ്രതിപക്ഷത്തിൻ്റെത് ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാത്ത നാടകമെന്നാണ് മന്ത്രി പറഞ്ഞത്. തുടർച്ചയായ തിരിച്ചടികൾ കോടതിയിൽ നിന്ന് നേരിടുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് P. രാജീവ് പറഞ്ഞത്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, നമ്മൾ ഇന്നലെ കണ്ടതിന് സമാനമായി തന്നെ ഇന്നും ചോദ്യോത്തര വേളയിൽ തന്നെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകുള്ളൂ. ഇന്നലത്തേതിന് സമാനമായി ഇന്നും ബാനർ ഉയർത്തിക്കൊണ്ട് സ്പീക്കറിന്റെ ഡയസിന് മുൻപിൽ ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്താണ് സഭയിൽ നടക്കുന്നത്? വിവരം. പ്രതിഷേധത്തിനൊട്ടും അയവില്ലാതെ തുടരുന്ന സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്ന് സഭയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്പീക്കർ ഡയസിലേക്ക് എത്തിയപ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ വിഷയത്തിൽ കൃത്യമായ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഈ വിഷയം എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വരുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു. ഒപ്പം തന്നെ ഹൈക്കോടതിയിലെത്തി നിരീക്ഷണങ്ങൾ കൂടി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡ് ഈ ഒരു തട്ടിപ്പിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണ മോഷണത്തിന് പങ്കാളികളാകുന്നു എന്നുള്ള രീതിയിലൊരു സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആയിരുന്നു പ്രതിഷേധത്തിന്റെ തുടക്കം. പിന്നീട് സ്പീക്കർ അതിന് വഴങ്ങാതെ ചോദ്യോത്തര വേളവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം ബാനറുകൾ ഉയർത്തി പ്ലക്കാർഡുകൾ ഉയർത്തി നടുത്തളത്തിലേക്ക് ഇറങ്ങിയും സ്പീക്കറുടെ ഡയസിന് മുകളിൽ വലിയ പ്രതിഷേധത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇപ്പോഴും പ്രതിഷേധത്തിന് ഒട്ടും അയവില്ല. എങ്കിൽ പോലും തന്നെ പ്രതിഷേധത്തിനിടയിലും ചോദ്യോത്തര വേള തുടർന്നു കൊണ്ടുപോവുകയാണ്. അതിനിടെ മന്ത്രി P. രാജീവ് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഹൈക്കോടതി പോലും ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സർക്കാർ നിലപാടെടുത്ത് പോകുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു P. രാജീവിന്റെ ഒരു പരാമർശം. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാതെയുള്ള നാടകമാണ്. ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാൻ തയ്യാറുള്ള നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചു വരുന്നത്. തുടർച്ചയായിട്ടുള്ള തിരിച്ചടികൾ കോടതിയിൽ നിന്ന് നേരിടുകയാണ് പ്രതിപക്ഷം എന്നുള്ള ഒരു പരാമർശമായിരുന്നു മന്ത്രി P. രാജീവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. MV രാജേഷ് സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തി. ഉന്നത നീതിപീഠത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമായി. ഒപ്പം തന്നെ രാഷ്ട്രീയവുമായി ഇങ്ങോട്ട് വരരുതെന്ന് ഉത്തരവായി പറഞ്ഞതും MV രാജേഷ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രതിഷേധത്തിനിടയിൽ ഒരു ഭരണം പ്രതിപക്ഷ വാക്കുകളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വേളയിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇപ്പോൾ അല്പസമയത്തിലേക്ക് മിഥുൻ, ഇപ്പോൾ സഭ നിർത്തിവെച്ചു അല്ലേ? സ്പീക്കർ എഴുന്നേറ്റ് പോയത് കണ്ടിരുന്നു. സഭ നിർത്തിവെച്ചു അല്ലേ?
ഭവ്യ, സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേള റദ്ദ് ചെയ്യുന്ന നടപടികളിലേക്ക് ഇപ്പോൾ സ്പീക്കർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വീണ്ടും സഭാ നടപടികൾ ആരംഭിക്കും. ഒരുപക്ഷെ അടിയന്തര പ്രമേയ സമയത്ത് 10 മണി മുതലായിരിക്കും വീണ്ടും സഭാ നടപടികൾ ചേരുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിൽ ഒരു നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ചോദ്യോത്തര വേള തടസ്സപ്പെടുന്ന തരത്തിൽ പ്രതിഷേധം മാറിയിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം, ഒപ്പം തന്നെ ദേവസ്വം മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. അതിൽ കൃത്യമായ മറുപടി സർക്കാർ നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അതിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമാകുന്നു. നിരന്തരമായും ഈ വിഷയത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ സ്പീക്കർ ചോദ്യോത്തരവേള തടസ്സപ്പെട്ടതിനെ തുടർന്ന് സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ സഭാ നടപടികൾ വീണ്ടും ആരംഭിക്കും. ഒരുപക്ഷെ അടിയന്തര പ്രമേയ സമയത്തേക്കായിരിക്കും സഭാ നടപടികൾ വീണ്ടും തുടങ്ങുക എന്നാണ് അറിയുന്നത്. നിലവിൽ നിയമസഭ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. സഭയിൽ പ്രതിപക്ഷ ബഹളം തന്നെയാണ്. തുടക്കത്തിൽ തന്നെ ഇന്നലെയും സമാനമായ സാഹചര്യം, ഇന്നും അതുപോലെ തന്നെ ചോദ്യോത്തരവേളയിൽ തന്നെ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്പീക്കറിന്റെ ഡയസിന് മുൻപിൽ ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിൻ്റേത്. തൽക്കാലത്തേക്ക് ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്, സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്തണം ഒരിടവേളയ്ക്ക് ശേഷം. കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടി. തിരികെ വാർത്തയിലേക്ക്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ശബരിമലയിൽ പരിശോധന നടത്തി ദേവസ്വം വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശിനാരായണൻ, ദേവസ്വം വിജിലൻസിന് കണ്ടെത്താൻ ഒരുപാടുണ്ട്. പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ അന്വേഷണത്തിൽ വരുന്നത് ഒന്ന്, 1998 വിജയ് മല്യ സ്വർണം പൂശിയ ആ നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് മഹസറിൽ രേഖപ്പെടുത്തിയില്ല എന്നുള്ളതായിരിക്കും പ്രധാനമായും. മറ്റൊന്ന്, വിജയ് മല്യ സ്വർണം പൂശി നൽകിയ സ്വർണ്ണപ്പാളികൾ എങ്ങനെ ചെമ്പായി എന്നുള്ളത് കണ്ടെത്തേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്ന്, ആരൊക്കെയാണ് വീഴ്ചകൾ വരുത്തിയത്, അന്ന് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെ, അവർക്ക് ഏതു തരത്തിലാണ് വീഴ്ചകൾ സംഭവിച്ചത് എന്നുള്ള അന്വേഷണമായിരിക്കാം ഇന്ന് ശബരിമലയിൽ ദേവസ്വം വിജിലൻസ് നടത്തിയത്, അല്ലേ? അമ്മയും കുട്ടികളും എന്താ പഠിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ഇത് എന്റെ കാലഘട്ടത്തിലാണോ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണോ നടന്നത്? ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് കൃത്യമായ മാനദണ്ഡ പ്രകാരം കൃത്യമായി ഏത് രീതിയിലാണോ ചെയ്യേണ്ടത് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾക്കൊരു ഒരു ആക്ഷേപം ഞങ്ങൾക്കെതിരെ കോടതി പോലും പറയുന്നില്ല. പറഞ്ഞ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ഞങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കും ആത്മവിശ്വാസമുള്ളത്. ഞങ്ങളൊരു കാര്യവും വ്യക്തതയില്ലാതെയോ കൃത്യതയില്ലാതെയോ ചെയ്തിട്ടില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ക്ലിയർ കോടതികൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ തിടുക്കപ്പെടരുതേ, അന്വേഷണം വരട്ടെന്നേ. എന്റെ വീട്ടിലേക്ക്, എന്റെ ഭാര്യയും കുട്ടികളും താമസിക്കുന്ന എന്റെ വീട്ടിലേക്ക് ഒരു കോൺഗ്രസുകാർ ധർണ നടത്തുന്നതിൽ മാർച്ചുമായി വരുന്നതിൽ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? നിങ്ങൾ നോക്കൂ. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയമാണ്. അതിനെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. പ്രതിപക്ഷത്തിന് നിലവിലുള്ള ദേവസ്വം ബോർഡ് മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും രക്തം വേണം. അത് സ്വാഭാവികമാണ്. അവരാവശ്യപ്പെടട്ടെ. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ എന്താണോ കോടതിയോട് ആവശ്യപ്പെട്ടത് അതനുസരിച്ചാണ് കോടതി അന്വേഷണ ഏജൻസിയെ ഫിക്സ് ചെയ്ത് തന്നിരിക്കുന്നത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അന്വേഷണം നടക്കട്ടെ. ഞാൻ പ്രതിയാണെങ്കിൽ പോലും വരട്ടെ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് അന്വേഷണം. പവിത്രമായിട്ടുള്ള സ്ഥലമാണ് ഈ ശബരിമല. പക്ഷേ ഈ ശബരി പഴയ കാര്യമാണെങ്കിൽ പോലും അത് കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥരടക്കം പങ്കുണ്ടെന്നാണ് കോടതി പറഞ്ഞത്. ഇത്രയും ഒരു വ്യവസ്ഥയില്ലാതെ എങ്ങനെയാണ് ഇതിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്? അല്ല, അത് വ്യവസ്ഥയില്ലാതെ പ്രവർത്തിക്കാൻ പാടില്ലല്ലോ. വ്യവസ്ഥയോടുകൂടി പ്രവർത്തിക്കണമല്ലോ. വ്യവസ്ഥയോടുകൂടിയാണല്ലോ ഞങ്ങൾ പ്രവർത്തിച്ചത്. ഇപ്പോ ഈ പറയുന്ന സ്വർണ്ണപീഠം വ്യവസ്ഥയോടുകൂടിയാണല്ലോ ഞങ്ങളുടെ കാലത്ത് കൊണ്ടുപോയത്. അത് അങ്ങനെ അല്ല എന്നാണല്ലോ 2019 വന്നിരിക്കുന്ന പരാമർശം. അപ്പൊ സ്വാഭാവികമായും 2019 ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ വെളിവായി വരേണ്ടതാണ്.
ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ സ്വാഭാവികമായും കോടതിയോട് ആവശ്യപ്പെട്ടത്. കോടതി ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചു. പക്ഷെ അതേ സമയത്ത് ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് തുടങ്ങുന്നത്. അത് ചെന്നൈയിൽ കൊടുത്തുവിട്ട് അന്നോട്ടാണ് തുടങ്ങുന്നത്. അന്ന് ഈ വ്യവസ്ഥ കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ കോടതി. എന്ത് വ്യവസ്ഥ കാറ്റിൽ പറത്തി എന്നാണ് പറയുന്നത്? ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ട സമയത്ത് ഈ പറഞ്ഞ കമ്മീഷണർ ഇല്ലായിരുന്നു. കമ്മീഷണർ ഹൈക്കോടതി അല്ല, സ്പെഷ്യൽ കമ്മീഷണർ അന്ന് ഉണ്ടായിരുന്നില്ല. സ്പെഷ്യൽ കമ്മീഷണർ അന്നല്ല, അതുമായി ബന്ധപ്പെട്ട് 2-3 മാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അറിയിക്കാൻ താമസിച്ചു പോയി എന്നുള്ളതാണ്. അറിയിക്കാതെയൊന്നുമല്ല. നിങ്ങൾ നോക്കൂ, അങ്ങനെ അറിയിക്കാതെ നിങ്ങളൊക്കെ ചില ഓൺലൈൻ ചാനൽ പറഞ്ഞ പോലെ പാതിരാത്രിയിൽ മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ? കൃത്യമായ പ്രൊസീജിയറാണെന്നേ. കൃത്യമായ പ്രൊസീജിയറാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഞങ്ങളോടും പറഞ്ഞല്ലോ, എന്റെ തന്നു വിടണമെന്ന്. ഞങ്ങൾ തയ്യാറായില്ലല്ലോ. എന്താ അതിന്റെ പറഞ്ഞിട്ടെ? ഞങ്ങളോടും പറഞ്ഞല്ലോ തന്നു വിടണമെന്ന്. ഞങ്ങളെന്താ തയ്യാറാകാത്തത്? അപ്പൊ ഞങ്ങൾ തയ്യാറായില്ലേ. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രൊസീജിയറുണ്ട്, അത് പാലിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. തിരുവാഭരണ കമ്മീഷണർ അവിടെ പോയി ഞങ്ങളുടെ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരല്ല, പോലീസിൽ നിന്ന് വന്ന ഡെപ്യൂട്ടേഷൻ വന്ന ഉദ്യോഗസ്ഥന്മാരാണ്. വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ, സ്മിത്തിന്റെ സാന്നിധ്യത്തിൽ. സ്മിത്ത് വേണം, കാരണം ഈ സ്വർണത്തിന്റെ മാറ്ററിയണമെങ്കിൽ, സ്വർണത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ സ്മിത്ത് വേണം. സ്മിത്തിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണത്തോടുകൂടി മഹസർ തയ്യാറാക്കി സുരക്ഷിത വാഹനത്തിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്ടുകൊണ്ടാണല്ലോ തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് അനുവാദം നൽകുന്നത്. താന്ത്രിക വിധി പ്രകാരം അനുജ്ഞ വാങ്ങി. ഇതിനപ്പുറം എന്താ ചെയ്യാൻ സാധിക്കുന്നത്? പിന്നെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം, അത് സ്വാഭാവികമായി കോടതി ക്ഷമിച്ചല്ലോ. കോടതിയോട് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഖേദം പ്രകടിപ്പിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതൊന്നും വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എന്തായിരുന്നു വ്യവസ്ഥ ഇല്ലായ്മ? അത് കഴിഞ്ഞ പ്രാവശ്യം 2019 നടന്നതാണ്. അവിടെയാണ് ഒരു അന്വേഷണം വേണ്ടത്. അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടീമിനെ ഇപ്പൊ കോടതി തന്നെ ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ബഹുമാനപ്പെട്ട കോടതി തന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. നടക്കട്ടെ. ഇന്നലെ ഈ ദേവസ്വം വിജിലൻസ് തുറന്ന് ഇപ്പോഴത്തെ സ്വർണ്ണപ്പാളി പരിശോധിച്ചായിരുന്നു. എന്തോ ഇന്നലെ ദേവസ്വം വിജിലൻസ് സ്ട്രോങ് റൂം തുറന്ന് സ്വർണ്ണപ്പാളി പരിശോധിച്ചു ആയിരിക്കും. കാരണം അവര് ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ 1-2 ആഴ്ച കൊണ്ട് ഈ അന്വേഷണത്തിലാണല്ലോ. അത് ഇന്നലെ തുറന്നോ മെനഞ്ഞാന്ന് തുറന്നോ എന്ന് എനിക്കറിയില്ല. അവർ കൃത്യമായ അന്വേഷണം നടത്തിയാണല്ലോ SP ഇന്നലെ റിപ്പോർട്ട് കൊടുത്തത്. തുറന്നിട്ടുണ്ടാവാം. 2019 തിരിച്ചു വരുന്ന സമയത്ത് അന്നുണ്ടാകുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ കോടതി കൊടുത്തല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഇന്ന് ദേവസ്വം ബോർഡിൽ അത് ഡിസ്കസ് ചെയ്തിട്ട് എന്താണോ നടപടി ഞങ്ങൾ എടുക്കും. തർക്കമൊന്നുമില്ല. ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ അന്വേഷണം നടക്കട്ടെ. ഈ അന്വേഷണം നടന്നതിന്റെ ഭാഗമായി ഏത് ഉദ്യോഗസ്ഥനായാലും ഏത് ഉന്നതനായാലും ഒരു കാരണവശാലും ബോർഡ് സംരക്ഷിക്കില്ല, ഈ സർക്കാരും സംരക്ഷിക്കില്ല. ഇന്നലെ ഇടക്കാല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം SP പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ആ നടപടിയിൽ ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ ബോർഡിൽ നിന്ന് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ നടപടി ഉണ്ടാവും. അതെനിക്കറിയില്ല. കാരണം ഇതൊക്കെ ഉണ്ടാവുമെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാമല്ലോ. അയാളാണല്ലോ നിങ്ങളുമായിട്ട് ആദ്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ ഇന്ന സാധനങ്ങളുണ്ട്, ഇന്ന സാധനങ്ങളില്ലാന്ന് നിങ്ങളോടാണ് അത് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി ഉണ്ടോ ഇല്ലെന്നൊക്കെ. പിന്നെ ഉണ്ടോ ഇല്ലെന്നൊക്കെ കൃത്യമായി വരുമല്ലോ. ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയതാരാ? അയാളല്ലേ. ഇപ്പൊ അയാളല്ലേ കുഴി വീണിരിക്കുന്നത്. ഞങ്ങൾ ആത്മവിശ്വാസത്തോട് പറയാണ്. ഞങ്ങൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു. അയാൾ ആദ്യമായി ചില മാധ്യമങ്ങളിൽ കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ? ഇത് വ്യാജമായ ആരോപണമാണ്. ഇങ്ങനൊരു സാധനം അവിടെ ഇല്ലെന്ന് തന്നെയല്ലേ ബോധ്യപ്പെട്ടത്. നിങ്ങളാരും അല്ലല്ലോ തെളിയിച്ചത്. ഞങ്ങളുടെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ വിജിലൻസ് അല്ലേ അത് അന്വേഷിച്ച് തെളിയിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് കൂടെ രാജിവെക്കുന്നത്? അത് പ്രദേശത്തോട് നിങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങൾ അതാണ് പറയുന്നത്. എന്തിനാണ് വിരുദ്ധ? പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുൻ ഭരണസമിതിയോ അല്ലെങ്കിൽ അതല്ലല്ലോ ഇവരുടെ പ്രശ്നം. നിലവിലുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയൊക്കെ കിട്ടിയാലല്ലേ അവർക്ക് അത്രയൊരു ഹാപ്പിയുള്ളൂ. അത് സ്വാഭാവികമാണ്. പിന്നെ സ്വാഭാവികമായും അവർക്ക് ആവശ്യപ്പെടാനുള്ള ബാധ്യതയുണ്ടല്ലോ. നിലവിലുള്ള ഒരു ഭരണസമിതിയോടും നിലവിലുള്ള ബോർഡിനോടും ഒക്കെ ചോദിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ അതിൽ പറഞ്ഞത്? ഞങ്ങൾ ആത്മവിശ്വാസത്തോട് പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ സർക്കാരിനോട് ആവശ്യപ്പെട്ട് ചുമ്മാ കള്ളക്കളി കളിക്കുകയല്ലല്ലോ ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൌൺസിൽ മുഖാന്തരം ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെട്ടു. ഏത് ഏജൻസി വേണമെങ്കിലും ബഹുമാനപ്പെട്ട കോടതി തീരുമാനിച്ചോളൂ, ഞങ്ങൾക്ക് സന്തോഷമാണ്. അതനുസരിച്ചാണ് കോടതി നല്ല മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനെയാണ് തന്നിരിക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. H. വെങ്കടേഷ് IPS അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നല്ല ടീമിനാണ് തന്നിരിക്കുന്നത്.
ആ ടീമിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങൾ എടുത്തു നോക്കൂ. നല്ല ഉദ്യോഗസ്ഥന്മാരാണ്, നല്ല ടീമാണ്. ആ ടീം വരട്ടെ, അന്വേഷിക്കട്ടെ. 2019 അന്ന് തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആർ.ജി. രാധാകൃഷ്ണനാണ് ഒരു ഓഡിറ്റ് നടത്തി എന്തൊക്കെയാണ് ആ സ്ട്രോങ്ങുകളൊന്ന് കണ്ടെത്തിയത്. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും എന്തൊക്കെ വസ്തുക്കളായി ഉണ്ട് എന്നുള്ളൊരു ഓഡിറ്റ് അങ്ങയുടെ കാലത്ത് എടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ആ സ്പോൺസർമാർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഭക്തന്മാർ നൽകിയിട്ടുള്ള ഒരു കണക്കെന്തെങ്കിലും കയ്യിലുണ്ട്? ഞാനിത് എത്രയോ കാലം മുമ്പ് നിന്നോട് പറഞ്ഞതാണ്. ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഈ ഗോൾഡ് മാത്രമല്ല, ഞാനാണ് പറഞ്ഞത്, ഗോൾഡ് മാത്രമല്ല എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടെന്ന കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു കണക്കെടുപ്പ് നടത്തിയിരുന്നു. ഞങ്ങൾക്ക് 18 സ്ട്രോങ് റൂമുകളുണ്ട്. ഈ സ്ട്രോങ് റൂമുകളിലാകെ കഴിഞ്ഞ 1.5 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നേ. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്, സ്റ്റേറ്റ് ഓഡിറ്റിന് വിധേയമായിട്ടാണ്. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഈ 18 സ്ട്രോങ് റൂമിലും കയറി എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി അല്ലാത്ത സാധനങ്ങൾ, ഇപ്പൊ ചെമ്പും ഓടൊക്കെ ഉണ്ടല്ലോ, അല്ലാത്ത സാധനങ്ങൾ ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെമ്പും ഓടും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ചെമ്പും ഓടും ഒക്കെ എത്രയോ കാലങ്ങളായി ചില മേഖലകളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ ഓഡിറ്റ് നടത്തി ഞങ്ങൾ അതും ലേലം ചെയ്ത് കൊടുക്കാൻ, അതും കോടതിയുടെ ഉത്തരവിന് വിധേയമായിട്ടാണ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പൊ ഈ ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി. എ എന്ന് പറഞ്ഞാൽ പൗരാണികം, ബി എന്ന് പറഞ്ഞാൽ നിത്യനിദാന ഉത്സവാദികൾക്ക് ഉപയോഗിക്കുന്നവ. ഇത് രണ്ടും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. മാറ്റി കൃത്യമായി ബാഗിലും പെട്ടികളുമായി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ സി കാറ്റഗറിയാണ് ഇതിലൊന്നും വേണ്ടിവരാത്തവ. അവയെ കൃത്യമായി 467 കിലോഗ്രാം എന്ന് പറഞ്ഞ് തൂക്കി ഞങ്ങൾ റിസർവ് ബാങ്കിന് കൈമാറി കഴിഞ്ഞു കഴിഞ്ഞ 1.5 മാസം മുമ്പ്. അതുകൊണ്ട് തന്നെ 18 സ്ട്രോങ് റൂമിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ റെക്കോർഡ്സുകൾ തിരുവാഭരണം കമ്മീഷണറുടെ കസ്റ്റഡിയിലുണ്ട്. ഒരു സംശയമുണ്ട്. അതായത് ഇപ്പൊ ഈ സ്വർണ്ണപ്പാട് കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് അന്ന് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാൻ പറ്റും? ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. അല്ല, സ്പെഷ്യൽ കമ്മീഷണർ ആ ഒരു സമയത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പക്ഷേ ഇത് എടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെ ഒരു അദ്ദേഹത്തെ വിളിക്കുകയും വിളിച്ചതിൽ വൈകിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും ഇത് അദ്ദേഹത്തെ വിളിച്ചതിൽ വൈകിപ്പോയി എന്നൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, ഞങ്ങളത് സമ്മതിക്കുന്നു. അത് ഖേദപൂർവ്വം ഞങ്ങൾ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷെ പ്രൊസീജിയർ ഒരു കാരണവശാലും പാലിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അത് 2023 ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായും നമ്മളൊരു സ്പെഷ്യൽ ബെഞ്ച് ഒരു വർഷം ഒരു 10-50 കേസുകളൊക്കെ വിധി പറയും. ഇത് 1 വർഷമാണ് ഒരു ഉദ്യോഗസ്ഥന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോ 2022-ലും 2023-ലും ഒക്കെ വരുന്ന കോടതി വിധികൾ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് വരില്ല. അത് എക്സ്ക്യൂസ് അല്ല. ഞാൻ പറയുന്നത് അതൊരു എക്സ്ക്യൂസ് അല്ല. ഒരു കോടതി വിധി ഉണ്ടായാൽ അത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. പക്ഷേ പറ്റിപ്പോയി ആ ഒരു കാര്യം, അതൊരു സാങ്കേതികപരമായ കാര്യം കോടതിയെ അറിയിക്കുകയും സെക്രട്ടറി ഖേദപൂർവ്വം അറിയിക്കുകയും അത് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ പ്രൊസീജിയർ പാലിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നത്. കൃത്യമായ പ്രൊസീജിയറിലൂടെയാണ് ഞങ്ങളത് കൊണ്ടുപോയത്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ആരുടെ കൊടുത്തുവിട്ടത്? ഇപ്പൊ അങ്ങനെയാണോ? അല്ലല്ലോ. ഇതിനകത്ത് ഒരു സംശയം, ഈ ദേവസ്വം വിജിലൻസിന് 2019 ഈ ഒരു ഓർഡർ നടക്കുന്ന സമയത്ത് ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഇല്ലായിരുന്നു. അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. 2019 കാര്യങ്ങളെ സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന പലരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, സ്മിത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതെല്ലാം പരിശോധിക്കാനാണ് പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചിരിക്കുന്നത്. അവർ പരിശോധിക്കട്ടെ. ഈ അസാന്നിധ്യങ്ങളൊക്കെ ഒരു ദുരൂഹതയായിട്ട് തോന്നുന്നു. ആയിരിക്കാം, അല്ലാതിരിക്കാം. ഞാൻ പറയുന്നത് ഈ ദുരൂഹതയുണ്ട്, അതിൽ കാര്യങ്ങൾ പ്രശ്നമുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ടീം വരുന്നത്. അപ്പൊ ദുരൂഹത ഉണ്ടായിരുന്നല്ലോ ഉറപ്പായില്ലേ. അവിടെ ഉണ്ട്, ലോക്കറിലുണ്ട്. ശബരിമല ലോക്കറിലുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും, ഉണ്ടാകും. അത് ഞാൻ റിപ്പോർട്ടർ നമ്മുടെ തിരുവാഭരണ കമ്മീഷനോട് ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഒരു സംശയമില്ല. ഞാനിപ്പോ ഇത്തരം ലോക്കറിലൊന്നും കയറി പോയി പരിശോധിക്കേണ്ട ഒരാളല്ല ഞാൻ. അതിന്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. സ്വാഭാവികമായും ഇതിനെ സംബന്ധിച്ച് ആത്യന്തികമായ റിപ്പോർട്ട് തരേണ്ടതാരാ?
തിരുവാഭരണ കമ്മീഷനാണ്. തിരുവാഭരണ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശോധിക്കേണ്ടത് ആരാ? ദേവസ്വം കമ്മീഷണറല്ലേ? അല്ല, ആണെങ്കിൽ പോലും ഇതൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോയി പരിശോധിക്കാൻ പറ്റുമോ? അതിനാണല്ലോ ഓരോ സ്ഥാനത്തും പരിശോധിക്കേണ്ടത്. കേൾക്കൂ ഒരു ഉദ്യോഗസ്ഥനുള്ളത്. ആ ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു, തിരുവാഭരണ കമ്മീഷണർ, ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കൃത്യമായി അവിടെ ഉണ്ട് എന്നാണ്. എന്താണ് ഒരു സംഗതി സംശയം തോന്നാൻ കാരണം? അത്തരത്തില് 2019 ശേഷം 2019 ശേഷം അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് ആര് കൊടുത്ത റിപ്പോർട്ടിന്റെ കാര്യം പറയുന്നത്? RG രാധാകൃഷ്ണൻ കൊടുക്കുന്ന റിപ്പോർട്ട് ഓഡിറ്റുമായി ബന്ധപ്പെട്ട്. എനിക്ക് RG രാധാകൃഷ്ണൻ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. RG രാധാകൃഷ്ണൻ അന്ന് അതിനുശേഷം ഒരു റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തിരുന്നില്ലേ എന്നുള്ളത് എനിക്കറിയില്ല. SP പോലീസ് ഇപ്പൊ വിജിലൻസ് SP കൊടുത്ത റിപ്പോർട്ടിലും അത് പറഞ്ഞിട്ടില്ല. അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. എനിക്കതൊന്നും അറിയില്ല. കാരണം അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിലാണെന്നും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണെന്ന് അയച്ചതെന്നും ഒക്കെ പറയുന്നു. അതിനെ സംബന്ധിച്ച് ഇന്നലെ SP കൊടുത്ത റിപ്പോർട്ടിലുമുണ്ട്. അതൊക്കെ അന്വേഷണ വിധേയമായി കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അന്വേഷിച്ച് വ്യക്തമായ വിശദമായ അന്വേഷണം നടത്തി കണ്ടെത്തട്ടെ. ഞാനത് പറയേണ്ട ആളല്ലല്ലോ സ്വാഭാവികമായും. കാരണം അന്വേഷണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് ആധികാരികമായ അഭിപ്രായം പറയുന്നത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഏതാ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഞാനങ്ങനെ പറയും സ്വാഭാവികമായും തിരികെ തന്നോ തന്നില്ലേ എന്നൊക്കെ ഞാൻ പറയാൻ ആളല്ലല്ലോ. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളല്ലേ. അതിനാണല്ലോ സുശക്തമായ ഒരു ടീമിനെ വെച്ചിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഈ ഭഗവാന്റെ ഒരു തരി പെണ്ണായാലും സ്വർണമായാലും തട്ടുകൊണ്ടുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും കാഴ്ചപ്പാട്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ദേവസ്വം വകുപ്പ് മന്ത്രിയും സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത്. കോടതി അതനുസരിച്ച് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞങ്ങൾക്ക് തരികയും ചെയ്തു. അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്തു. നിങ്ങൾ വീണ്ടും വാതിൽ നിൽക്കില്ലെന്നേ. വാതിലൊക്കെ പരിശോധിക്കേണ്ട ആളുകൾ തിരുവാഭരണ കമ്മീഷണറല്ലേ. ഞങ്ങൾ ആ കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് തരികയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വാതിലിന്റെ കാര്യത്തിൽ ഇങ്ങനെ പോയി എനിക്കറിയില്ല. നിങ്ങൾ എനിക്ക് തിരുവാഭരണ കമ്മീഷണർ തരുന്ന റിപ്പോർട്ടല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. വീണ്ടും ചോദിച്ചോണ്ട് ഞാൻ എന്താ പറയാ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞില്ലേ നിങ്ങളോട്. അതെനിക്ക് തോന്നുന്നു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സ്വർണ്ണം പൂശലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നത്. ഇത് എന്റെ ഒരു കാലഘട്ടത്തിൽ നടന്നതല്ല. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ചെമ്പുവാളി മതി എന്ന് പറഞ്ഞൊരു കാര്യം വന്നത്. അതിന്റെ അവശേഷിക്കുന്ന സ്വർണ്ണവാളി അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ട്രോങ് റൂമിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ട്. അതിനൊക്കെ ഒരുപാട് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ടല്ലോ സ്വാഭാവികമായി. കാലപ്പഴക്കം കണ്ടെത്താൻ വേണ്ടി ശാസ്ത്രീയ പരിശോധന എങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടോ? അതായത് ഈ സ്വർണ്ണപ്പാളികളുടെയൊക്കെ നോക്കാം. ആലോചിക്കാം. ഇപ്പം ഞാൻ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഞാനാണല്ലോ. അതിന് വേണ്ടിയ സാങ്കേതികമായ ശാസ്ത്രീയമായ അന്വേഷണം വേണമല്ലോ. നമുക്ക് നോക്കാം, പരിശോധിക്കാം. പിന്നെ ഇത് അങ്ങനെ ദേവസ്വം ബോർഡിന്റെ കയ്യിലെന്ന് പറയുന്നത് സ്ട്രോങ് റൂമിലാണ്. അല്ല, അത് നോക്കി തിരുവാഭരണ കമ്മീഷണറാണല്ലോ അതിന് സർവാധികാരി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതും നടത്തേണ്ടതും തിരുവാഭരണ കമ്മീഷൻ നേതൃത്വത്തിലാണ്. അത് അവിടെ നടക്കുന്നുണ്ടാവാം. ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അറിയുന്നില്ലെങ്കിൽ പിന്നെ ശബരിമലയിലെ 25-ലെ സ്വർണ്ണാഭരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടു ഞാൻ കൊടുത്തുവിടും? ഇല്ലല്ലോ. ഞാൻ അറിയുന്നുണ്ട് അതൊക്കെ. ശാസ്താംബര ക്ഷേത്രത്തിലെ 6 കിലോ സ്വർണം പൂശിയതായിരുന്നു. 6 കിലോ സ്വർണം ഉപയോഗിക്കുന്ന ഒരുപാട് പൂശി 3 മാസം കൊണ്ട് ക്ലാവ് പിടിച്ചു. അറിയില്ലെന്നേ ഞാൻ പറയുന്നത്. അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതില്ല. അത് അന്വേഷിക്കട്ടെ, നമുക്ക് നോക്കാം. അത് ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അത് അന്വേഷിക്കാം. 10 വർഷത്തോളം എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച് ഒരു പരാതി നൽകിയെങ്കിൽ 10 വർഷമായെങ്കിൽ ആരെങ്കിലും അന്വേഷിക്കുകയായിരിക്കും. എനിക്കറിയില്ല. പരാതിക്കാരനെയോ പരാതിക്കാരന്റെ പരാതിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.
ആവശ്യപ്പെട്ടാൽ നമുക്ക് പരിശോധിച്ച് കാര്യങ്ങൾ നടപടിയെടുക്കാം. ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും വ്യവസ്ഥാപകമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതായത് സ്ക്രൂട്ടിനി എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? കാരണം ഒരുപാട് സ്പോൺസർമാര് പല വർഷങ്ങളായിട്ട് ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട സ്ക്രൂട്ടിനി ചെയ്തത് ആരൊക്കെയാണ്, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, കാരണം പലരുടെയും പേര് പലരെ അകറ്റി നിർത്തിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഈ ബോർഡ് തന്നെ. അത് പേരൊന്നും പറയുന്നില്ല, പക്ഷെ അപ്പൊ അതുകൊണ്ട് ഒരു സ്ക്രൂട്ടിനി എന്തെങ്കിലും ഉണ്ടാവും ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ? അല്ല, നമ്മളിപ്പോ ഈ ദേവസ്വം ഇപ്പൊ വഴിപാടുകളെല്ലാം ടെൻഡറാണ്. വഴിപാടുകളായാലും ശരി തന്നെ, മരാമത്ത് ഇടപാടുകളായാലും ശരി, ഇപ്പൊ ടെൻഡർ വഴിയാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷേ ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ ആ ടെൻഡർ നടപടി കഴിയുമ്പോൾ അതിന്റെ പ്രാപ്തി പരിശോധിക്കാനും ബാക്ക്ഗ്രൗണ്ട് പരിശോധനയ്ക്ക് ദേവസ്വം വിജിലൻസ് പോകുന്നുണ്ട്, ദേവസ്വം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ പിന്നെ കൂടി ഒരു ഈ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നത് ദേവസ്വം വിജിലൻസ്, നമുക്ക് ദേവസ്വം വിജിലൻസ് ഉണ്ടല്ലോ, അവരെ കൊണ്ട് അവർ പ്രാപ്തി പരിശോധന വേണമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അത് ബോർഡ് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഈ ഒരു കാര്യം കൂടെ, കഴിഞ്ഞ 2019 അന്ന് ദേവസ്വം പ്രസിഡന്റായിരുന്ന കെ പത്മകുമാർ അദ്ദേഹം ഈ ശബരിമല അയ്യപ്പന്റെ അവിടെ നിന്ന് എന്തെങ്കിലും മാല കൊണ്ടുപോയിട്ട് അത് സ്വർണ്ണം കൂട്ടി തിരിച്ചു കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒരു അറിവുണ്ടോ? എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെ പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. ആരെയാണെങ്കിലും, ഞാൻ പറയുന്ന പത്മകുമാറിന്റെ അല്ല, PS പ്രശാന്തിന്റെ ആണെങ്കിൽ പോലും അതൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ശക്തമായ ടീമിനെ വെച്ചിരിക്കുന്നത്. അന്വേഷിക്കട്ടെ. നമ്മൾ അതിലൊന്നും വേവലാതിപ്പെടുന്നത്. ഇതിന് 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ സമർപ്പിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സമർപ്പിക്കട്ടെ, തെളിവുകൾ പുറത്തു വരട്ടെ. നല്ല ടീമല്ലേ, ഗംഭീരമായ ടീമാണ്. ഉറപ്പായിട്ടും അന്വേഷിക്കും, അവര് സംഗതികൾ പുറത്തു വരട്ടെ. ഇനി അതിലേതെങ്കിലും ഉദ്യോഗസ്ഥർ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തർക്കമില്ല, കൃത്യമായ നടപടി ഉണ്ടാവും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭാവനകളും സ്പോൺസറും ഒക്കെ തന്നിരിക്കുന്ന കാലമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചില്ലല്ലോ. ഞങ്ങൾ ഇതിലൊക്കെ ഇതിന്റെയൊക്കെ ഈ ഡെലിഗേറ്റ്സിനെയൊക്കെ തെരഞ്ഞെടുത്ത ഒരു രീതിയൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലോ. അതെനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ. പിന്നീട് വരുമ്പോൾ ഞാൻ പറയുന്നത്, സംശയത്തിന്റെ ലക്ഷോപലക്ഷം ആളുകളല്ലേ അവിടെ വരുന്നത്. നമുക്ക് ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ അറിയാൻ സാധിക്കുക? പക്ഷെ ഇനി മുതൽ നമുക്കതൊരു പാഠമാണ്. സ്വാഭാവികമായും ഞങ്ങൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിജിലൻസിനെ കൂടി നമ്മൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാൻ നോക്കാം. അത് വലിയ പ്രയാസമാണ്. കാരണം ഇത്രയും ജനങ്ങൾ വരുമ്പോൾ ഒരു 5000 രൂപയുടെ 10000 രൂപയുടെ ഒക്കെ ഒരു ചെക്കോ ഒക്കെ കൊണ്ടു തരുമ്പോൾ അതെല്ലാം ഇനി വിജിലൻസ് പരിശോധന അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്നതിന് പ്രാക്ടിക്കലായ ചില പ്രയാസങ്ങളുണ്ട്. എന്നാൽ പോലും ഞങ്ങളത് പരിശോധിക്കാൻ കൂടി തീരുമാനിക്കാൻ ബോർഡ് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഓക്കെ. ദേവസ്വം പ്രസിഡന്റ് ആണിപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നാണ്. ഉപ്പ് തിന്നവൻ മാത്രമല്ല സർ, ഉപ്പ് തിന്നവരെല്ലാവരും വെള്ളം കുടിക്കും. ഇപ്പോഴിതാ കുടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മറ്റൊന്ന്, വ്യക്തവും കൃത്യവുമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഇതിനെല്ലാം ഒരു പ്രൊസീജിയർ ഉണ്ട് എന്ന് പറയുകയുണ്ടായി അദ്ദേഹം. ആ പ്രൊസീജിയർ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് 1998 സ്വർണം അത് 2019 ആയപ്പോഴത്തേക്ക് അത് ചെമ്പായി മാറി? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരും. വിവാദം സംബന്ധിച്ച് തീരുമാനിക്കേണ്ട തുടർ നിലപാടുകൾ യോഗം ചർച്ച ചെയ്യും. ദ്വാരപാലക ശില്പം പൊതിഞ്ഞ പാളികൾ സ്വർണം പൂശുന്നതിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തതിൽ വീഴ്ചയുണ്ടായെന്ന് അറിയിച്ച ബോർഡ് കോടതിയിൽ ക്ഷമാപണം നടത്തിയിരുന്നു. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ, രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ശബരിമലയിൽ പരിശോധന നടത്തി ദേവസ്വം വിജിലൻസ്. എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശിനാരായണൻ, കണ്ടെത്താൻ ഒരുപാടുണ്ട്, നമ്മൾക്കറിയാൻ ഒരുപാടുണ്ട്. എന്താണ് ഈ ദേവസ്വം വിജിലൻസിന്റെ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്? എന്താണ് പറയുന്നത്? വിവരങ്ങൾ. ഭവ്യ, ഇന്നലെ രാത്രിയിലാണ് ദേവസ്വത്തിന്റെ വിജിലൻസ് എസ് പി സന്നിധാനത്ത് പരിശോധന നടത്തിയത്. പ്രധാനമായും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ നിർദ്ദേശമുണ്ടായത്. അതിന് പ്രകാരമാണ് ദേവസ്വം വിജിലൻസ് എസ് പിയും ഒപ്പം ദേവസ്വം കമ്മീഷനും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സന്നിധാനത്തെത്തുകയും വിശദമായ
പരിശോധന നടത്തിയത്. അത് പ്രധാനമായും ഈ 17-ാം തീയതി നട തുറക്കുന്ന സമയത്ത് ഈ ദ്വാരപാല ശില്പങ്ങൾ സ്വർണം പൂശി സന്നിധാനത്ത് എത്തിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഒരു പരിശോധന നടത്തുന്നത്. ഒപ്പം രേഖകൾ, റെക്കോർഡുകൾ, അതായത് ഇത് സ്വർണ്ണപ്പാൾ വിവാദമായിട്ടുള്ള രേഖകൾ പരിശോധിക്കുക, മഹസറുകൾ പരിശോധിക്കുക, ഇത്തരം കാര്യങ്ങളാണ് സന്നിധാനത്ത് ഇന്നലെ നടത്തിയിട്ടുള്ളത്. അത് പ്രധാനമായും ഇന്നലെ കൊണ്ട് തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കൂടുതൽ ലഭ്യമായിട്ടില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ വിവാദമായ പശ്ചാത്തലത്തിൽ വിശദമായ ഒരു പരിശോധന തന്നെ ഉണ്ടായിരിക്കുന്നു. പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു, പരസ്പരം പഴിചാരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും അനന്തവും അടക്കമുള്ള ആളുകൾ പരസ്പരം പഴിചാരുന്ന രീതിയിലുണ്ട്. പലപ്പോഴും 2019 സ്വർണ്ണപ്പാളി പിന്നെ ചെമ്പായി മാറിയത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണമുണ്ട്. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള പരിശോധന. ആ പരിശോധന കൂടി മാത്രമേ ഈ അന്വേഷണങ്ങൾ എന്തെങ്കിലും ഈ കാര്യത്തിൽ കുറ്റം നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കണ്ടെത്താൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ഇന്നലെ രാത്രിയിൽ ദേവസ്വത്തിന്റെ വിജിലൻസ് എസ് പി, മറ്റ് ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള സംഘം സന്നിധാനത്ത് പരിശോധന നടത്തിയത്. ഭവ്യ, അതാണ് പ്രധാനമായും 4 ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതിലൊന്ന്, ഈ സ്വർണം പൊതിഞ്ഞ പാളികൾ ഉത്തരവിൽ എങ്ങനെ ചെമ്പുപാളികളായി? 2, പാളികൾ അഴിച്ച സമയത്ത് ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യമില്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? 3, ഈ സ്വർണം തിരുവാഭരണം സ്പെഷ്യൽ കമ്മീഷണറും ദേവസ്വം സ്മിത്തും മഹസറിൽ ചട്ടപ്രകാരം ഒപ്പിടാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിനപ്പുറത്തേക്ക് പാളികൾ അഴിച്ചപ്പോൾ തൂക്കം 42.8 കിലോഗ്രാം, ചെന്നൈയിൽ പരിശോധിച്ചപ്പോൾ അത് 38.25 കിലോഗ്രാം. 4 കിലോയിലേറെ കുറവുണ്ടായിരുന്നിട്ടും ബോർഡ് അന്വേഷിക്കാത്തത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവോണം ബമ്പർ വിജയി ശരത് എസ് നായർ ഇന്നും പതിവ് പോലെ ജോലിക്കെത്തി. കോടിപതിയായത് തന്നിൽ ഒരു മാറ്റവും വരുത്തുന്നില്ലെന്ന് ശരത്. പരമാവധി കാലം ജോലി തുടരുക എന്നത് മാത്രമാണ് മുന്നിലുള്ളത്. മരട് നെട്ടൂരിലുള്ള പെയിന്റ് ഗോഡൌണിലെ ജീവനക്കാരനാണ് ശരത്. 25 കോടി രൂപയുടെ ബമ്പർ നേടിയ ശരത് എസ് നായർ ഇന്നലെ അത് ബാങ്കിൽ ഏൽപ്പിച്ചു. തുടർന്ന് അദ്ദേഹം ഇന്നലെ ഈ സ്ഥാപനത്തിലേക്ക് ജോലിക്കായി എത്തിയില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് അദ്ദേഹം ബാങ്കിലേക്ക് പോയത്. ഇന്നിപ്പോൾ വീണ്ടും ശരത് രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് സമയത്ത് തന്നെ ഇവിടേക്ക് ജോലിക്ക് എത്തിയിരിക്കുന്നു. നെട്ടൂരിലെ പെയിന്റ് സ്ഥാപനമാണ്, ഗോഡൌൺ സ്ഥാപനമാണ്. ഇവിടേക്ക് ജോലിക്കെത്തി ശരത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെയാണ് ജോലി നോക്കുന്നത്. ശരത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു തനിക്ക് ഒരു മാറ്റവും വരുന്നില്ല. ഈ ഓണം സമ്മാനം നേടിയതുകൊണ്ട് താൻ പതിവ് പോലെ തന്നെ ആ ജോലി സ്ഥലത്തേക്ക് പോകും. അത് വർഷങ്ങളോളം അത് ഇവിടെ ആയിരുന്നു, അത് തുടരുകയും ചെയ്യും. ഇന്നലെ ഒരു സ്ഥാപനം തുടങ്ങുക, മറ്റു കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും താൻ ആലോചിക്കുന്നില്ല. കാരണം ഇന്നലെ വരെ ജോലി ചെയ്തൊരു സ്ഥാപനമാണ്, അത് പിറ്റേന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക അതൊരു ശരിയായ കീഴ്വഴക്കമല്ല എന്നോട് ഇന്നലെ സംസാരിച്ച ഒരാളുമാണ്. ഏതായാലും രാവിലെ ജോലിയിലേക്ക് വന്നു, ബുദ്ധിമുട്ടിക്കൽ തന്നെയാണ്. എങ്കിൽ കൂടിയും ഇന്നത്തെ ഒരു കൗതുകം കൂടിയുണ്ട്. ശരത്ത് രാവിലെ പതിവ് സമയത്ത് ഇതാണോ സമയം തന്നെ? ഞാൻ സാധാരണ ഈ സമയത്താണ് എത്താറുള്ളത്. നമുക്ക് മറ്റു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല? ഒന്നും തന്നെ ഇല്ല. സാധാരണ പോകുന്ന പോലെ തന്നെ അതേ ലെവലിൽ തന്നെ പോകുന്നു. ഇന്നലെ ഒത്തിരി ആളുകൾ വിളിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ എല്ലാവരും വിളിച്ചിരുന്നു. സാറിന്റെ ബിൻസാർ വിളിച്ചിരുന്നു, നമ്മുടെ ഓഫീസിൽ നിന്ന് ബിൻസാർക്ക് വിളിച്ചിരുന്നു. സാറൊക്കെ വളരെ ഹാപ്പിയാണ്. എല്ലാവരും വിളിച്ചിരുന്നു. ടോമി സാർ വിളിച്ചിരുന്നു. അതായത് ഒരു തങ്ങളുടെ ഒരു ജീവനക്കാരൻ വളരെ സന്തോഷത്തിലാണ്. സാറന്മാരൊക്കെ വളരെ ഹാപ്പിയാണ്. ഞാൻ ജോലി ചോദിച്ച സമയത്ത് തന്നെ എന്റെ CV നോക്കിയിട്ട് എന്നാണ് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് സാറിന്റെ അടുത്ത് ചോദിച്ചത്. ജോലിക്ക് വരുന്ന സമയത്ത് അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇന്നലെ ഞങ്ങൾ ശരത്തിന്റെ ഒരു പഴയ അധ്യാപകനെ ഇന്നലെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതാ അവനൊരു മാറ്റവും ഇല്ല. പണ്ട് എന്റെ ക്ലാസ്സിൽ എങ്ങനെയിരുന്നു അതിനപ്പുറത്തേക്കൊന്നും അവനിപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയുന്നു. അതെ അതെ അതെ. ഇവിടെ എത്ര വർഷമായി ഇവിടെ? ഞാൻ 12 വർഷം കഴിഞ്ഞു സാർ. 12 വർഷം വളരെ സ്വസ്ഥവും സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വഴി തന്നെയല്ലേ ലോട്ടറി? അതെ 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 അതെ. കാണുന്ന കടയാണ്. ആദ്യമായിട്ടാണ് ലോട്ടറി. പക്ഷേ ബാക്കിക്കൊരു ബമ്പർ നമ്മൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഒറ്റ ബമ്പറും എടുത്തോളൂ? അതേ എടുത്തോളൂ. എങ്ങനെ ഇന്ന് ഓഫീസ് എങ്ങനെ? എല്ലാവരും വളരെ എല്ലാവരും വളരെ സന്തോഷമാണ്. ചെറിയൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നൊരു ചെറിയൊരു ആഘോഷം ചെറിയ രീതിക്ക് ശരത്തിന്റെ വക ചെലവാണ്. അതെ 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 അതെ. വലിയ ചെലവൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. ശരിയാണ്. ഇനിയിപ്പോ ബാങ്കിൽ നിന്നുള്ള മറ്റു പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം കൂടി ശരിയാകാനുണ്ട്. അതെ, സാറ് ഫാസ്റ്റായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇങ്ങനെ നമുക്ക് പറ്റാവുന്നിടത്തോളം കാലം ജോലി തുടരുക എന്നത് അത് തന്നെയാണ് ജോലി ചെയ്തു പോകുക എന്നുള്ളതാണ് മാക്സിമം ഞാൻ ആലോചിക്കുന്നത്. ബൈക്കിനൊക്കെയാണോ വരുന്നത്? അല്ല, ഞാൻ ബസ്സിനാണ് വരാറുള്ളത്. അതെ, അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട്. ഇന്നും ബസ്സിന് തന്നെയാണ് വന്നത്. ഒരു മാറ്റവും ഇല്ല. എത്ര മണിവരെ ജോലി സമയമൊക്കെ? എൻ്റെ ഓഫീസ് ടൈം 5:30 പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പോകാറുള്ളൂ. കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം പോകാറുള്ളൂ.
എന്തായാലും ജോലി തുടരട്ടെ, എല്ലാ ആശംസകളും നേരുന്നു മുന്നോട്ട്. അല്ലെങ്കിൽ ശരത്തിന് മറ്റു മാറ്റങ്ങളൊന്നുമില്ല എന്നെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നു. ഇവിടെ മറ്റ് സ്ഥാപനത്തിലെ മറ്റ് സുഹൃത്തുക്കളെല്ലാം തന്നെയുണ്ട്. ശരത്ത് ഇന്ന് ഒരു ആഘോഷത്തിന്റെ ദിവസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ആഘോഷത്തിന് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ. മീറ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും ആഘോഷം. എല്ലാ കമ്പനി സ്റ്റാഫും മാനേജേഴ്സ് എല്ലാവരും വരുന്നുണ്ട്. എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ? അറൗണ്ട് ഒരു 30 പേരത്തോളം മൊത്തം കേരളത്തിൽ മീറ്റിങ്ങിനായിട്ട് വരുന്നുണ്ടെന്ന്. ഏതായാലും സന്തോഷമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കിട്ടിയല്ലോ, വളരെ സന്തോഷം. ശരത്ത് വളരെ നോർമലായിട്ട് പ്രതികരിക്കാതൊക്കെ ഒരാൾ ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചായിരുന്നു നാളെ വരില്ലെന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്താ സാറേ ഞാൻ വരുമെന്ന് തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഏതായാലും സുഹൃത്തുക്കളും ഇവിടെ സ്ഥാപനത്തിലുള്ളവരും എല്ലാം തന്നെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം ശരത്ത് ഈ സമയവും നേരിടുന്നതും എല്ലാം തന്നെ വളരെ കൂളായിട്ടാണ് ശരത്ത് ജോലിയായിട്ട് തുടർന്ന് മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഒരു കോടീപതി ആയി അതിൻ്റെ ഒരു സന്തോഷത്തിലേക്കൊന്നല്ല സാധാരണ ഒരു ഓഫീസ് ദിവസം ആരംഭിച്ചിരിക്കുന്നു. ഇത് പരമാവധി ഇങ്ങനെ തന്നെ പോകുമെന്ന് തന്നെ ശരത്ത് പറയുന്നു. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് നേരെയുള്ള ആക്രമണ ശ്രമത്തിൽ പ്രതിഷേധം ശക്തം. സംഭവത്തെ അപലപിച്ച് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസുമായി ഫോണിൽ സംസാരിച്ചു. ബിജെപി പ്രചരിപ്പിക്കുന്ന വിദ്വേഷവും ഭിന്നിപ്പുമാണ് അതിക്രമ ശ്രമത്തിന് കാരണമെന്ന് വിമർശിച്ച പ്രതിപക്ഷം രംഗത്തെത്തി. വിവിധ അഭിഭാഷക സംഘടനകളും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് സുപ്രീം കോടതിക്ക് മുൻപിൽ അഭിഭാഷകർ പ്രതിഷേധിക്കും. അതേസമയം തന്നെ ഇതൊന്നും ബാധിക്കില്ലെന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.